നമസ്കാരം. ഇറാന്റെ യുദ്ധക്കപ്പൽ ഇന്ത്യൻ മഹാസമുദ്രത്തിൽ വെച്ച് അമേരിക്ക ആക്രമിച്ച് തകർത്തതിലൂടെ ശുദ്ധ തെമ്മാടിത്തരമാണ് അമേരിക്ക ചെയ്തത്. ഇന്ത്യ ക്ഷണിച്ചിട്ട് നാവിക അഭ്യാസത്തിൽ പങ്കെടുക്കാൻ വന്ന് മടങ്ങിയ ഇറാൻ യുദ്ധക്കപ്പലാണ് ശ്രീലങ്കൻ തീരത്തടുത്ത് വെച്ച് അമേരിക്ക ആക്രമിച്ച് തകർത്തിരിക്കുന്നത്. 100ഓളം നാവികർ കൊല്ലപ്പെട്ട വാർത്തയാണ് പുറത്തു വന്നത്. ഈ മേഖലയെ കൂടി യുദ്ധത്തിന്റെ ഭാഗമാക്കാൻ അമേരിക്ക നടത്തിയ കുതന്ത്രത്തിന്റെ ഭാഗമാണ് ഇപ്പോഴുണ്ടായ ഈ ആക്രമണം. ഇന്ത്യയിൽ നിന്നും നാവികാഭ്യാസം കഴിഞ്ഞു മടങ്ങുന്ന ഇറാൻ യുദ്ധക്കപ്പലിനെ ആക്രമിച്ച് കടലിൽ മുക്കുക എന്നത് ചതിപ്രയോഗത്തിന് പിന്നിൽ നിന്നും കുത്തുന്നതിന് തുല്യമാണ്. അതായത് പിന്നിൽ നിന്നും കുത്തുന്നതിന് തുല്യമാണ് ഇത്. അത് വലിയ ഒരു കേമത്തരമല്ല. ഈ കേമത്തരമായി ഇത് കാണുന്ന വെറും ഭോഷ്കാണെന്ന് മാത്രമേ പറയാൻ പറ്റൂ. ഇതിനെതിരെ ആദ്യം തന്നെ ശക്തമായി പ്രതികരിക്കേണ്ടിരുന്നത് ഇന്ത്യയാണ്. ദൗർഭാഗ്യവശാൽ അത്തരം പ്രതികരണം ഉണ്ടായിട്ടില്ല. ഇത് ലോക രാജ്യങ്ങൾക്കിടയിൽ ഇന്ത്യയുടെ ഇമേജിനെയാണ് കാര്യമായി തന്നെ ബാധിക്കുന്നത്. സ്വന്തം രാജ്യത്തിന്റെ തുറമുഖം ഇന്ത്യക്കായി വിട്ടു നൽകിയ രാജ്യമാണ് ഇറാൻ. അത്തരമൊരു രാജ്യത്തിന്റെ കപ്പൽ ആക്രമിച്ചതിനെതിരെ എങ്കിലും പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഒന്ന് പ്രതികരിക്കണം. ഇന്ത്യയിലെ പ്രതിപക്ഷ പാർട്ടികൾ ആവശ്യപ്പെടുന്നതും അതുതന്നെയാണ്. ആക്രമണം നടന്നത് ശ്രീലങ്കൻ തീരത്താണെങ്കിലും ഇന്ത്യൻ മഹാസമുദ്രത്തിന്റെ ഇന്ത്യൻ നേവി അറിയാതെ വല്ലതും സംഭവിച്ചിട്ടുണ്ടെങ്കിൽ അത് നമ്മുടെ സുരക്ഷാ പിഴവ് കൂടിയാണ്. ആ സുരക്ഷാ പിഴവ് തുറന്നു പറയാനുള്ള ഒരു ആർജവം നമ്മൾ കാണിക്കണം. ഇപ്പോഴത്തെ ഈ യുദ്ധം ഇങ്ങനെ പോയാൽ ഒരു വലിയ പ്രത്യാഘാതമാണ് സൃഷ്ടിക്കാൻ പോകുന്നത്. ലോകവ്യാപകമായി തന്നെ വലിയ പ്രതിസന്ധി അത് സൃഷ്ടിച്ചെടുക്കുകയും ചെയ്യും. അതിന്റെ ലക്ഷണങ്ങളാണ് ഈ പ്രകടമായി കഴിഞ്ഞത്. എന്തായാലും ഇറാന്റെ യുദ്ധക്കപ്പൽ മുക്കിയതിന് അമേരിക്കയുടെ സഖ്യകക്ഷികളുടെയും എത്ര കപ്പലുകൾ ഇറാൻ മുക്കുമെന്നത് ഇനി നമ്മൾ കാണാനിരിക്കുന്നതേ ഉള്ളൂ. ഹോർമൂസ് കടലിടുക്ക് ഇറാൻ അടച്ചതിനാൽ അതുവഴിയുള്ള ചരക്ക് നീക്കത്തിന് അമേരിക്കൻ യുദ്ധക്കപ്പലുകൾ അകമ്പടി പോകുമെന്നാണ് ട്രംപ് അവകാശപ്പെടുന്നത്. അങ്ങനെ എങ്ങാനും സംഭവിച്ചാൽ ആ കപ്പലുകൾ മുഴുവൻ ഇറാൻ സൈന്യം കടലിൽ മുക്കും. അക്കാര്യത്തിൽ യാതൊരുവിധ സംശയവും വേണ്ട. ഹോർമൂസ് കടലിടുക്കിൽ ഒന്നും ചെയ്യാൻ അമേരിക്കയ്ക്ക് കഴിയുകയുമില്ല. അത്രയ്ക്ക് ആധിപത്യം ആ മേഖലയിൽ ആർക്കൊണ്ട് ഇറാനുണ്ട്. സ്വയം കെണി വെച്ച് കൊടുക്കാനാണ് അമേരിക്കൻ സേന തയ്യാറാവുമോ എന്നാണ് ഇനി കണ്ടറിയേണ്ടത്. അതായത് വെറുതെ ഇരുന്ന ഇറാനല്ലേ പോയി ചൊറിഞ്ഞത്. ഇറാൻ ഇനി നഷ്ടപ്പെടാൻ ഒന്നുമില്ല. കാരണം അവരാകെ തകർന്നിരിക്കുന്ന അവസ്ഥ, തിരിച്ചടിച്ച് പോരാടി ഇരിക്കുന്ന ഒരു അവസ്ഥയാണ്. അവസാനം പോരാടുക മാത്രമല്ല, പ്രോക്സികളെയും മറ്റു നെറ്റ്വർക്കുകളെയും സജ്ജമാക്കുകയും ഇറാൻ ചെയ്യും. ഇതിനകം തന്നെ സംഭവിച്ചു കഴിഞ്ഞിട്ടുണ്ടാവാനുള്ള സാധ്യതയും കൂടുതലുണ്ട്. എന്തായാലും ഹോർമൂസ് കടലിൽ ചൈനയുടെയും റഷ്യയുടെയും എണ്ണക്കപ്പലുകൾ തടയില്ല എന്ന കാര്യം ഇറാൻ പ്രഖ്യാപിച്ചിട്ടുണ്ട്. ഇന്ത്യയുടെ കപ്പലുകൾ സ്വാഭാവികമായും തടയപ്പെടാനുള്ള സാധ്യതയും കുറവായിരിക്കും. കാരണം ഇന്ത്യക്ക് ഏറ്റവും കൂടുതൽ പ്രിയപ്പെട്ടവരാണ്. എന്നിട്ടും അവരുടെ കാര്യത്തിൽ ഇന്ത്യ ഒരു പ്രതികരണവും നടത്തിയില്ല എന്നതാണ് ഇന്ത്യക്ക് വന്ന വീഴ്ച. ലോകത്തിലെ 5-1 എണ്ണ വിതരണം നടക്കുന്ന ഹോർമൂസ് കടലിടുക്കിലാണ് ഇറാൻ അടച്ചിരിക്കുന്നത്. അത് ചൈനയെ മാത്രമല്ല ഇന്ത്യയും തീർച്ചയായും ബാധിക്കുമെന്നാൽ ഇന്ത്യയുമായി നല്ല ബന്ധമുള്ള രാജ്യമാണ് ഇറാൻ. അതുകൊണ്ടാണ് അവർ അവരുടെ ചബഹാർ തുറമുഖം പോലും നമുക്ക് വിട്ടു നൽകിയത്. എന്നാൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ ഇസ്രയേൽ സന്ദർശനവും ഇന്ത്യൻ മഹാസമുദ്രത്തിൽ വെച്ച് ഇറാൻ യുദ്ധക്കപ്പൽ ആക്രമിക്കപ്പെട്ടതും ഏത് രൂപത്തിലാണ് ഇറാൻ കാണുന്നത് എന്നതിനു കൂടി അടിസ്ഥാനമാക്കിയായിരിക്കും അവർക്ക് ഇന്ത്യയോടുള്ള സമീപനം വിലയിരുത്തേണ്ടത്. ഇന്ത്യ ഇതുവരെ ഈ യുദ്ധത്തിൽ പങ്കാളിയല്ല. ഒരു രാജ്യത്തിനും നമ്മുടെ വ്യോമപാത തുറമുഖവും തുറന്നു കൊടുത്തിട്ടുമില്ല. അതുകൊണ്ട് തന്നെയാണ് ഇന്ത്യയെ ഇറാൻ ശത്രുപക്ഷത്ത് നിർത്തേണ്ട കാര്യവുമില്ല. മാത്രമല്ല, റഷ്യൻ പതാക വെച്ച് റഷ്യയിൽ നിന്നും ഇന്ത്യയിലേക്ക് വരുന്ന എണ്ണക്കപ്പലുകൾ ഒരു കാരണവശാലും ഇറാൻ ആക്രമിക്കുകയുമില്ല. അത് ഇന്ത്യക്ക് എന്തായാലും ഉറപ്പിക്കാവുന്ന കാര്യമാണ്. അപ്പോൾ ഹോർമൂസ് കടലിടുക്കിൽ നടക്കുന്ന സംഭവ വികാസങ്ങൾ കാരണം ലോകം ഇപ്പോൾ പ്രവചിക്കാനാവാത്ത സാഹചര്യത്തിലൂടെയാണ് കടന്നു പോകുന്നത്. ഓസ്ട്രിയൻ ബൾഗേറിയൻ ജിയോ പൊളിറ്റിക്കൽ വിദഗ്ധരുടെ വെനീല ടാഗാറോവ അഭിപ്രായപ്പെട്ടതും ഇപ്പോൾ ലോക ശ്രദ്ധ നേടിയിട്ടുണ്ട്. ഒരാളും ഹോർമൂസ് കടലിടുക്കിൽ ഇറാൻ അടയ്ക്കുമെന്ന് പ്രതീക്ഷിച്ചിരുന്നില്ല എന്നും ഇറാൻ മുൻപൊരിക്കലും ഈ കടലിടുക്ക് അടച്ചിട്ടില്ല എന്നുമാണ് അദ്ദേഹം പറയുന്നത്. എന്തായാലും ഇറാന്റെ ഏറ്റവും പ്രധാനപ്പെട്ട എണ്ണ ഉപഭോക്താവ് ചൈന ആയതിനാൽ ചൈനയ്ക്ക് കപ്പലുകൾ അനുമതി നൽകി എന്ന കാര്യവും അവർ എടുത്തു പറയുന്നുണ്ട്. അമേരിക്കൻ നാവികസേന ഹോർമൂസ് കടലിടുക്ക് വഴി കപ്പലുകൾക്ക് അകമ്പടി സേവനം ആരംഭിക്കുമ്പോൾ ഇറാൻ കപ്പലുകളെ ആക്രമിക്കാൻ തുടങ്ങിയാൽ ഉണ്ടാകുന്ന അപകടങ്ങളെ കുറിച്ചും അദ്ദേഹം പറയുന്നുണ്ട്. എന്തായാലും ഞാൻ മുമ്പ് സൂചിപ്പിച്ചതുപോലെ ഈ അപകട സാധ്യത തന്നെയാണ് യുദ്ധം ചെയ്ത് പരിചയമുള്ള ഇറാന് അമേരിക്കയുടെ സകല കണക്കുകൂട്ടലുകളും തെറ്റിക്കുവാൻ പോകുന്നത്.